ഹലോ ഗൈസ്, ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ ഈ ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട്. എങ്ങനെ ഇത് തുടങ്ങിയത്, മിഷീൻ ഏതാണ്, എങ്ങനെ ഇത് പ്രിന്റ് ചെയ്യുക, DTF എവിടെ നിന്ന് എടുക്കല്, അങ്ങനെ ഒരുപാട് മെസ്സേജസ് എനിക്ക് പേഴ്സണലായിട്ടും എൻ്റെ പേജിലും വന്നിട്ടുണ്ട്. അപ്പൊ അതിന് എല്ലാത്തിനും നമുക്ക് റിപ്ലൈ കൊടുക്കാൻ ഒറ്റയടിക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോണത് നമ്മുടെ മിഷീൻ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ഇത് പ്രിന്റ് ചെയ്താല് നമ്മൾ വാഷ് ചെയ്താൽ പോവോ, അങ്ങനെയൊക്കെ കുറെ ഡൗട്ട്സ് പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനൊന്നും ഒരു പ്രശ്നവും പറ്റത്തില്ല. ഇതൊക്കെ നമ്മൾ പ്രിന്റ് ചെയ്ത ഇന്ന് പ്രിന്റ് കൊടുക്കാനുള്ള പ്രിന്റിങ്ങുകളാണ്. ഇതെല്ലാം നമ്മളിപ്പോ ഇന്ന് ഇതിൽ പ്രിന്റ് ചെയ്തതാണ്, ഈ ഒരു മെഷീനിൽ. ഇത് ഒരു വാഷ് എന്നല്ല, ഒരുപാട് വാഷ് യൂസ് ചെയ്താലും ഇത് പോണില്ല. ഇതുവരെ അങ്ങനെ ഒരു കംപ്ലൈന്റ് നമുക്ക് വന്നിട്ടില്ല. ഇത് ടീഷർട്ടൊക്കെ ഇന്ന് ഡിസ്പാച്ച് ചെയ്യാനുള്ള ടീഷർട്ടുകളാണ്. ഇതൊക്കെ നമ്മൾ ഇതിൽ പ്രിന്റ് ചെയ്ത് വെച്ച ടീഷർട്ടുകളാണ്. ഇതാണ് അപ്പൊ നമ്മുടെ മെഷീൻ. ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രിന്റ് ചെയ്യല്. അപ്പൊ ഇതെങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കാരണം നമുക്ക് ഒരുപാട് പേര് മെസ്സേജ് പേഴ്സണലായിട്ടും അല്ലാതെയും മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത്. നമ്മൾ ആദ്യം ഇതിൽ ടൈമർ ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് വെക്കണം. ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 380 ടൈം ആണെങ്കിൽ 38 സെക്കൻഡും. ടെമ്പറേച്ചർ കൂടിയാൽ ഇതൊരിക്കലും ടീഷർട്ടിന് പ്രിന്റ് ആവില്ല, അത് കൊളാവുള്ളൂ ചെയ്യാം. നമ്മളിത് തന്നെ തുടങ്ങിയ ടൈമിൽ ഒരുപാട് പ്രിന്റും കാര്യങ്ങളും പാളിയിട്ടുണ്ട്. ഇപ്പൊ അത് 87 ആയി. നമ്മളിപ്പോ ഇത് ഫസ്റ്റ് ഓൺ ആക്കുമ്പോൾ ഈ 80 വെച്ചിട്ടാണ് തുടങ്ങുക. പിന്നെ അത് നേരെ 350 എത്തണം. എന്നിട്ട് നമുക്കിത് ഇതിലൊരു ടീഷർട്ട് വെച്ച് പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിനി ഒരു ടീഷർട്ട് പ്രിന്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ടീഷർട്ട്. ഇതിപ്പോ 156 ആയിട്ടുണ്ട്. അത് 380 എത്തിയാലേ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതിനു മുമ്പ് ടീഷർട്ട് ചുളിവും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വെച്ചിട്ട് തന്നെ ഹീറ്റ് ചെയ്ത് ചുളിവൊക്കെ നിർത്താം, പ്രിന്റ് ചെയ്യണതിന്റെ മുന്നേ തന്നെ. പ്രിന്റ് അടിക്കാനുള്ള ഭാഗം ചുളിവുണ്ടാകരുത്. ചുളിവുണ്ടായ പ്രിന്റ് അടിയില്ല. പ്രിന്റ് അടിയും, പക്ഷെ കറക്റ്റ് ആവില്ല. നമുക്ക് ടീഷർട്ടിന്റെ ബാക്ക് സൈഡിൽ അടിക്കാനുള്ളത്. നമ്മൾ ബാക്ക് സൈഡാണ് റെഡി ആക്കുന്നത്. അങ്ങനെ റെഡിയാക്കി ടീഷർട്ട് ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് 380 ആവണം ഇതിന്റെ ഹീറ്റ്. അതൊരു വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ പ്രിന്റ് ചെയ്യാനുള്ള പ്രിന്റ് സ്റ്റിക്കർ ഇത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിന്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിനുള്ള ടൈമർ ആവുന്നേ ഉള്ളൂ. ഒരു ചെറിയ പാളിച്ച വന്നാൽ നമ്മളൊരു ടീഷർട്ട് തന്നെ പോകും. നമുക്കിത് തുടങ്ങിയ ടൈമിൽ അങ്ങനെ കുറെ പാളിച്ചകൾ വന്നിട്ടുണ്ട്. പക്ഷെ പിന്നെ അങ്ങനെ ഒന്നും ഉണ്ടാകാൻ നമ്മൾ സമ്മതിച്ചിട്ടില്ല. ഇതിപ്പോൾ 390 ഹീറ്റ്. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കറക്റ്റ് 380 നിൽക്കണം. 380 ആകുമ്പോൾ 380 കൂടിയാൽ നമ്മളത് കുറയണ വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ 389 ആയി. അപ്പോൾ 380 ആവും. എൺപതായി കഴിഞ്ഞാൽ മെഷീൻ തന്നെ ഒരു ബീപ്പ് സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് പ്രിന്റ് ചെയ്യാം. അപ്പോൾ 381 ആയി. 380 ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിന്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ ബട്ടൺ വെക്കണം ലാസ്റ്റ് 38 സെക്കൻഡ്. അതങ്ങനെ പോയി ലാസ്റ്റ് 0 സെക്കൻഡ് ആകുമ്പോൾ നമ്മുടെ പ്രിന്റ് റെഡി ആയിട്ടുണ്ടാവും.
16 15 ഹീറ്റും കൂടാൻ പാടില്ല, ടൈമിങ്ങും കൂടാൻ പാടില്ല. അത് രണ്ടും കൂടിയ ആ പ്രിന്റ് കറക്റ്റ് അടിയില്ല. അപ്പോൾ അത്രയ്ക്ക് ശ്രദ്ധയോടെ വേണം നമുക്ക് ഇത് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ്. അത് 378 വീണ്ടും കുറഞ്ഞു. അപ്പോൾ 380 അപ്പോൾ നമുക്ക് വീണ്ടും ചെയ്യാം. എൻ്റെ വീഡിയോ കാണുന്ന പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്താ ഇപ്പം ഇത്ര പണിയും, സാധനം വെറുതെ വെച്ചാണ് അമർത്തിയാൽ പോരെ അടിയൂലേന്ന്. സംഭവം അത്രയൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ അതിലും വേറെയും കുറേ പണിയെടുക്കാണ്ട്. പണിയെടുക്കണതല്ല, ചെറിയൊരു പാളിച്ച വന്നാൽ നമ്മുടെ ടീഷർട്ടും പോവും, പ്രിന്റും പോവും. പിന്നെ നമ്മൾ ആദ്യം വേറെ ടീഷർട്ടിൽ വേറെ പ്രിന്റ് വെച്ച് അടിക്കണം. അതുപോലെ നമുക്ക് ഒരുപാട് പേര് ഇതേപോലെ മെസ്സേജ് ഉണ്ട്, ഇതെങ്ങനെ ചെയ്യല്, മെഷീൻ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്ത് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ഫുൾ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ. കാരണം എല്ലാവർക്കും ഒറ്റയടിക്ക് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ സാധിക്കുന്നില്ല. നമ്മളെ പ്രിന്റ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പ്രിന്ററിന്റെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ മെഷീൻ്റെ വർക്ക് ചെയ്യുന്ന നമ്മളത് ഓഫ് ചെയ്യാണ്. പിന്നെ അത് അതിൽ മോഡ് ഉണ്ടാവും. ഇതിൽ കാണുമ്പോൾ ഇതിൽ സെറ്റ്. അപ്പോൾ 350 സെക്കൻഡ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ടെമ്പറേച്ചർ 350, ടൈം 38 സെക്കൻഡ്. ഇത് കൂട്ടും കുറക്കും ചെയ്യുക. അത് രണ്ടും നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓൾറെഡി വെച്ചിരുന്നതാണ്, നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീൻ ആയതുകൊണ്ട്. നമ്മുടെ മെഷീൻ്റെ പരിപാടി നമ്മൾ ഓഫ് ചെയ്യാണ്. കാരണം ബാക്കിയുള്ള പ്രിന്റ് അടിക്കലൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ലാസ്റ്റ് ഒരു പ്രിന്റ് മാറ്റി വെച്ചാണ് വീഡിയോക്ക് വേണ്ടിയിട്ട്. ഒന്ന് പ്രിന്റ് അടിച്ച് കഴിഞ്ഞിട്ടൊരു 2 മിനിറ്റ് അതൊന്ന് നമ്മൊന്ന് ഹീറ്റ് പോകണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ കറക്റ്റ് സൈസ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രിന്റ് അടിക്കുമ്പോൾ ഈ ഒരു സ്റ്റിക്കർ ഒട്ടിക്കണത് നല്ലതാണ്. സ്റ്റിക്കറല്ല, ടേപ്പ്. ഈ ചെരിവും വളവൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്റ്റിക്കർ പറിക്കാൻ പോവാണ്. വീഡിയോയിൽ കാണുന്നുണ്ട് എന്നാണ് എൻ്റെ പ്രതീക്ഷ. പറിച്ചിട്ടുണ്ട്. നമ്മൾ പ്രിന്റ് റെഡി ആയിട്ടുണ്ട്. എൻ്റെ മുഖം കാണുന്നുണ്ടാവില്ല വീഡിയോയിൽ, പക്ഷേ പ്രിന്റ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, സംഭവം കുറച്ച് മല്ലികെട്ടുണ്ട്. കാണുന്നവർക്കൊക്കെ വിചാരം പട്ടടിക്ക് മെഷീൻ ഒന്ന് പഞ്ച് ചെയ്താൽ മതി എന്നാണ്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ആ മെഷീൻ വെറുതെ ഒന്ന് അമർത്തിയാൽ പോരെ. പക്ഷെ നമ്മുടെ അടുത്തൊന്ന് പാളി കഴിഞ്ഞാൽ നമ്മുടെ ടീഷർട്ടും പോകും, പ്രിന്റും പോകും. അങ്ങനെ നമ്മളിപ്പോൾ പ്രിന്റ് ചെയ്ത് കാണിച്ചു തന്നു നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചു എങ്ങനെ ഇത് പ്രിന്റ് ചെയ്യുക, കാര്യങ്ങളുടെ ഡീറ്റെയിൽസ്. പിന്നെ അതുപോലെ തന്നെ മെഷീൻ എവിടുന്ന പർച്ചേസ് ചെയ്ത് നമ്മുടെ ഈ സ്റ്റിക്കർ, ഈ DTF എവിടുന്ന എടുക്കണേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണം, ഈ ബിഗിനേഴ്സിന് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ടാൽ നമ്മൾ ഇതിൻ്റെ പാർട്ട് 2 സെക്കൻഡ് പാർട്ട് വീഡിയോ ചെയ്യും. അപ്പോൾ എനിക്ക് ഒരുപാട് പേര് ഇൻസ്റ്റയിലും വാട്സപ്പിലും എൻ്റെ പേജിലും ഷോപ്പിൻ്റെ പേജിലും ഒക്കെ മെസ്സേജ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. ഞാനും ഇതുപോലെ സ്ട്രഗിൾ ചെയ്ത് വന്നതാണ്. ഇതെവിടെ തുടങ്ങേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ. അപ്പോൾ അതുപോലെ നമുക്കിനി ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽസോ കാര്യങ്ങളോ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇട്ടാൽ മതി, നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നിങ്ങൾ കമൻറ്റ് ഇടുകയാണെങ്കിൽ വീണ്ടും കാണാം.